ബഹുജന മാർച്ചും ധർണയും നടത്തി. പന്മന ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ചാണ് LDF പന്മന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന ധർണയിൽ ഒരു വൻപിച്ച വിജയമാക്കുവാൻ മുഴുവൻ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പന്മന പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വികസന പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പണം മുഴുവൻ പഞ്ചായത്തിന്റെ വികസനത്തിനായി ചെലവഴിക്കുക, തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ പുതുക്കിപ്പണിത് സഞ്ചാരയോഗ്യമാക്കുക, നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ആരംഭിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് ആശ്വാസം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും ആരംഭിച്ച ധർണ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. LDF പന്മന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം കൊണ്ട് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇത് പ്രസിഡന്റ് അടിക്കടി മാറ്റുന്നത് മൂലം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതാണ് പന്മന പഞ്ചായത്തിലെ ബഹുജനങ്ങൾ ഈ നാടാകെ പറയുന്നത്. ഇത് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടമാണ്. ഈ പഞ്ചായത്തിലെ പ്രാദേശിക ഭരണകൂടമാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി. ആ പഞ്ചായത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുള്ളതാണ്. വൈദ്യുതി എത്തിക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുള്ളതാണ്. ഈ പഞ്ചായത്തിലെ റോഡുകൾ, ഗ്രാമീണ ജനങ്ങൾ നടന്നു പോകുന്ന റോഡുകൾ മുഴുവൻ നന്നാക്കി സുഗമമായി ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിനാണ്. അതോടൊപ്പം ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് ഒട്ടനവധി സംരംഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയെല്ലാം പഞ്ചായത്തിൽ കൊണ്ടുവന്ന് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങി ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നിരിക്കെ അതിനൊന്നും യാതൊരു സ്ഥിതിയുമില്ല. എന്താണ് പന്മന പഞ്ചായത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി? മുരളി അധ്യക്ഷത വഹിച്ചു. R. രവീന്ദ്രൻ, PK ഗോപാലകൃഷ്ണൻ, R. സുരേന്ദ്രൻപിള്ള, J. അനിൽ, KG വിശ്വംഭരൻ, L. വിജയൻ നായർ, MV പ്രസാദ്, ഷീന പ്രസാദ്, KA നിയാസ്, സന്തോഷ്, അഹമ്മദ് മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.